വെൽക്കം ടു എ ന്യൂ വീഡിയോ ഗൈസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കിൽ സോൺസ് ആണ്. സോ എന്താണ് കിൽ സോൺസ്? ഓക്കെ, സോ കിൽ സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ICT കോൺസെപ്റ്റുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ എൻട്രീസ് എടുക്കുന്ന ടൈം വിൻഡോസ് ആണ് ICT കിൽ സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ഇവിടെ 3 കിൽ സോൺസ് ആണുള്ളത്. ആ ഒരു കിൽ സോൺസ് വന്നിട്ടുള്ളത് സെഷൻസിൻ്റെ ബേസിലാണ്. ഓക്കെ, സോ ഇവിടെ 4 സെഷൻസ് ഉണ്ട്. ആ ഒരു 4 സെഷൻസിൻ്റെ ബേസിലാണ് ഈ ഒരു കിൽ സോൺസ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് സെഷൻസ് നോക്കാം, അതിനുശേഷം എന്താണ് കിൽ സോൺസ് നോക്കാം. ഓക്കെ, സോ നമ്മൾ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. സോ ആ ഒരു 24 hours നമുക്ക് എന്ത് ചെയ്യാം, 4 ഈക്വൽ സെഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ മൺഡേ ടു ഫ്രൈഡേ 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. സോ ആ ഒരു 24 hours നമുക്ക് എന്ത് ചെയ്യാം, 4 ഈക്വൽ ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ 4 ഈക്വൽ ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഏഷ്യ സെഷൻ ഉണ്ട്, ലണ്ടൻ സെഷൻ ഉണ്ട്, ന്യൂയോർക്ക് AM സെഷൻ ഉണ്ട്, ന്യൂയോർക്ക് PM സെഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 സെഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു 24 മണിക്കൂറിന് 24 hours നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 24/4 6 hours ആയിരിക്കും ഓരോ സെഷൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഏഷ്യ സെഷൻ 6 hours ആയിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ലണ്ടൻ സെഷൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 hours ആയിരിക്കും. ആൻഡ് ന്യൂയോർക്ക് AM സെഷൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 hours ആയിരിക്കും. അതുപോലെ തന്നെ ന്യൂയോർക്ക് PM സെഷൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 6 hours ആയിരിക്കും. ആ ഒരു 6 hours ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഓരോ സെഷനും ഓരോ ബിഹേവിയർ ഉണ്ട്, അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ബേസിൽ ഇവിടെ ഓരോ സെഷൻസിനും ഏഷ്യ സെഷനും ലണ്ടനും ന്യൂയോർക്ക് AMനും ന്യൂയോർക്ക് PMനും ഓരോ ബിഹേവിയേഴ്സ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് അതിൻ്റെ ടൈം നോക്കാം. ഓക്കെ, സോ ഏഷ്യ സെഷൻ്റെ ടൈം വരുന്നത് 3:30 AM to 9:30 AM ആണ് ഏഷ്യ സെഷൻ്റെ ടൈം വരുന്നത്. ഓക്കെ, 3:30 AM to 9:30 AM. ആൻഡ് ലണ്ടൻ സെഷൻ 6 hours ആണ്. ഓക്കെ, 3:30 to 9:30 എന്ന് പറഞ്ഞാൽ 6 hours ആണ് ഏഷ്യ വരുന്നത്. ഏഷ്യക്ക് ശേഷം എന്താണ്, ലണ്ടൻ സെഷനാണ്. സോ ലണ്ടൻ സെഷൻ്റെ ടൈം വരുന്നത് 9:30 AM to 3:30 PM ആണ് ലണ്ടൻ സെഷൻ്റെ ടൈം വരുന്നത്. ഓക്കെ, 9:30 AM to 3:30 PM ആണ് ലണ്ടൻ സെഷൻ്റെ ടൈം വരുന്നത്. ആൻഡ് 6 hours ആണ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ന്യൂയോർക്ക് AM സെഷൻ വരും. ന്യൂയോർക്ക് AM സെഷൻ വരുമ്പോൾ ലണ്ടൻ സെഷൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 3:30 AM to 9:30 PM ആണ് ന്യൂയോർക്ക് AM സെഷൻ വരുന്നത്. ആൻഡ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എന്ത് തോന്നുന്നു, ന്യൂയോർക്ക് PM സെഷൻ വന്നു 9:30 PM to 3:30 AM. ഓക്കെ, സോ 3:30 AM ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ ഏഷ്യ സെഷൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഏഷ്യ സെഷൻ്റെ ടൈം വരുന്നത് 3:30 AM to 9:30 AM. ഓക്കെ, സോ ആ ഒരു ലൂപ്പിലാണ് സെഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏഷ്യ സെഷൻ, ലണ്ടൻ, ന്യൂയോർക്ക് AM, ന്യൂയോർക്ക് PM. ഓക്കെ, ഇവിടെ ഓരോ സെഷൻസും 6 hours ഈച്ച് ആണുള്ളത്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈമാണ്. ഓക്കെ, സോ ഈ ഒരു സെഷൻസിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇവിടെ ഓരോ സെഷനും ഓരോ ബിഹേവിയറാണ്. ഓക്കെ, സോ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ബിഹേവിയർ പറയണത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഏഷ്യ സെഷൻ. ഓക്കെ, ഏഷ്യ നമുക്ക് നോർമലി അറിയാം. ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതായത് വലിയ രീതിയിലുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും ഏഷ്യ സെഷൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഏഷ്യ നോർമലി, എല്ലാ ദിവസവും അല്ല, നോർമലി. ഓക്കെ, സോ നോർമലി എന്താണ്, ഏഷ്യ ഒരു അക്യുമുലേഷൻ ആയിരിക്കും. ഓക്കെ, അക്യുമുലേഷൻ ആയിരിക്കും, അതായത് ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും ഏഷ്യ സെഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, സോ അക്യുമുലേഷൻ ഷോർട്ടായിട്ട് എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മുടെ സെക്കൻഡ് സെഷൻ എന്താണ്, സെക്കൻഡ് സെഷൻ നമ്മുടെ ലണ്ടൻ സെഷനാണ്. ഓക്കെ, സോ സെക്കൻഡ് സെഷൻ നമ്മുടെ ലണ്ടൻ സെഷനാണ്. സോ ലണ്ടൻ സെഷൻ്റെ ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ അക്യുമുലേഷൻ്റെ സമയത്താണ് മാർക്കറ്റിൽ എന്ത് നടക്കുന്നത്, ലിക്വിഡിറ്റി ബിൽഡപ്പ് നടക്കണം. അതായത് മാർക്കറ്റിൽ സെൽ ഓർഡേഴ്സും ബൈ ഓർഡേഴ്സും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ മാർക്കറ്റിലോട്ട് വരുന്നത് അക്യുമുലേഷൻ്റെ സമയത്താണ്. ഓക്കെ, സോ അക്യുമുലേഷന് ശേഷം നോർമലി എന്താണ്, നോർമലി നമുക്കൊരു മാനിപ്പുലേഷൻ ആണ് കാണാൻ പറ്റുന്നത്. അതായത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ് മാനിപ്പുലേഷൻ്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റാറ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, മാനിപ്പുലേഷൻ ആണ് ലണ്ടൻ സെഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റാറ്. ഓക്കെ, സോ ഷോർട്ടായിട്ട് M എന്ന് പറയാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഏഷ്യ സെഷൻ ആണ്. ഏഷ്യ സെഷൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഒരു അക്യുമുലേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സെഷൻ ലണ്ടൻ സെഷൻ ആണ്. സോ ലണ്ടൻ സെഷൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഒരു മാനിപ്പുലേഷൻ ആണ്. ഓക്കെ, നമ്മുടെ തേർഡ് സെഷൻ എന്താണ്, ന്യൂയോർക്ക് AM സെഷൻ ആണ് നമ്മുടെ തേർഡ് സെഷൻ പറയുന്നത്. ഓക്കെ, സോ നോർമലി അക്യുമുലേഷൻ, മാനിപ്പുലേഷന് ശേഷം നോർമലി എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് ന്യൂയോർക്ക് AM സെഷൻ. എല്ലാ ദിവസവും അല്ല, നോർമലായിട്ട്. ഓക്കെ, ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്താണ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂയോർക്ക് AM സെഷൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലണ്ടൻ സെഷൻ്റെ അകത്ത് തന്നെ എന്തുണ്ടാവാറുണ്ട്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ബിഗ് മൂവ് എപ്പോഴും ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്തായിരിക്കും. നമ്മുടെ ലാസ്റ്റ് സെഷനാണ് എന്ത് വരുന്നത്, നമ്മുടെ ന്യൂയോർക്ക് PM സെഷൻ വരുന്നത്.
ന്യൂയോർക്ക് പി എം സെഷൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നോർമലി ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ. ഓക്കെ, വലിയൊരു മൂവ് ന്യൂയോർക്ക് പി എം സെഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ജസ്റ്റ് ഒരു കണ്ടിന്യൂവേഷൻ, അതായത് ന്യൂയോർക്ക് എ എം സെഷൻ്റെ ജസ്റ്റ് ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ ആയിരിക്കും ന്യൂയോർക്ക് പി എം സെഷൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റാറ്. അതുകൊണ്ട് അതിന് നമ്മളൊരു എക്സ് ഫാക്ടർ ആണെന്ന് പറയാം, അതായത് റിവേഴ്സൽ ഓർ കണ്ടിന്യൂവേഷൻ. ഓക്കെ, റിവേഴ്സൽ ഓർ കണ്ടിന്യൂവേഷൻ. സോ അതൊരു എക്സ് ഫാക്ടറാണ്, അത് നമുക്ക് എക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റാറ്, സെഷൻ വൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഏഷ്യ ഒരു അക്യുമുലേഷൻ ആയിരിക്കും, ലണ്ടൻ മാനിപ്പുലേഷൻ ആയിരിക്കും, ന്യൂയോർക്ക് എം എന്തായിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ന്യൂയോർക്ക് പി എം റിവേഴ്സൽ ഓർ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ഓക്കെ, ഒരു എക്സ് ഫാക്ടർ ആയിരിക്കും. ഓക്കെ, നമുക്കിത് വർക്കിംഗ് ആണോ നോക്കാം, ചാർട്ടിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ GBP വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചാർട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഡേ നമുക്കൊരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ. ഓക്കെ, EURUSD എടുക്കാം. സോ EURUSDയിൽ ഒരു ലാസ്റ്റ് ദിവസത്തെ, അതായത് ഇന്നലത്തെ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഏഷ്യ സെഷൻ വരുന്നത് എപ്പോഴാണ്, 3:30 AM ടു 9:30 AM ആണ് ഏഷ്യ സെഷൻ വരുന്നത്. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈമാണ്. സോ ന്യൂയോർക്ക് ടൈമിൽ ഞാൻ പറയുന്നില്ല, കൺഫ്യൂഷൻ ആവും. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഏഷ്യൻ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് ഏഷ്യ സെഷൻ 3:30 AM ടു 9:30 AM. ഓക്കെ, 3:30 AM ദെൻ 9:30 AM. സോ ഇതാണ് നമ്മുടെ ഏഷ്യ സെഷൻ വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒരു ബോക്സ് യൂസ് ചെയ്തിട്ട്, റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഒരു ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ഓക്കെ, ഒരു കൺസോൾട്ടേഷൻ ആണ്, വലിയൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. സോ അതിന് ശേഷം ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എന്താണ്, നമ്മുടെ സെക്കൻഡ് സെഷൻ പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലണ്ടൻ സെഷനാണ്. ഓക്കെ, സോ ലണ്ടൻ സെഷൻ്റെ ടൈം പറയുന്നത് 9:30 AM ടു 3:30 PM. ഓക്കെ, സോ 9:30 AM ദെൻ 3:30 PM. സോ 3:30 എന്ന് പറയുമ്പോൾ ഒരു 15:30 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ലണ്ടൻ സെഷൻ വരുന്നത്. ഓക്കെ, സോ ലണ്ടൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം, അതായത് ലണ്ടൻ സെഷൻ്റെ റേഞ്ച്. ഓക്കെ, സോ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ബിഗ് റേഞ്ച് ഇവിടെ കാണാൻ പറ്റി. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ ന്യൂയോർക്ക് AM സെഷൻ വരുന്നത്. സോ ന്യൂയോർക്ക് AM സെഷൻ 3:30 PM ടു 9:30 PM. ഇതാണ് 3:30 PM ആൻഡ് 9:30 PM. ഇതാണ് നമ്മുടെ 9:30 PM വരുന്നത്. ഓക്കെ, ഇതാണ് ന്യൂയോർക്ക് AM സെഷൻ. ഓക്കെ, സോ ന്യൂയോർക്ക് AM സെഷൻ നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം, ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എന്ത് പറയുന്നത്, നമ്മുടെ ന്യൂയോർക്ക് PM സെഷൻ വരുന്നത്, അതായത് 9:30 PM ടു 3:30 AM. 3:30 AM. സോ ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് PM സെഷൻ വരുന്നത്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസത്തെ 4 സെഷൻസ് ആയിട്ട് മാപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബോക്സ് ആണ് നമ്മുടെ ഏഷ്യ സെഷൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ഇതാണ് നമ്മുടെ ഏഷ്യ. അതിൻ്റെ ടെക്സ്റ്റ് സൈസ് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്ത് പറഞ്ഞത്, ഏഷ്യ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ്, അതായത് നമ്മുടെ നെക്സ്റ്റ് സെഷൻ ആണ് എന്ത് പറഞ്ഞത്, നമ്മുടെ ലണ്ടൻ സെഷൻ പറഞ്ഞത്. ലണ്ടൻ, അതിനുശേഷം നമ്മുടെ തേർഡ് സെഷൻ ആണ് എന്ത് പറഞ്ഞത്, നമ്മുടെ ന്യൂയോർക്ക് AM സെഷൻ വരുന്നത്. ന്യൂയോർക്ക് AM. നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ്, ഫോർത്ത് സെഷൻ ആണ് എന്ത് പറഞ്ഞത്, ന്യൂയോർക്ക് PM സെഷൻ പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് PM സെഷൻ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു പ്രൈസ് ആ റേഞ്ചിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് എന്ത് കാണാൻ പറ്റി, ഏഷ്യ സെഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്യുമുലേഷൻ നമുക്ക് കാണാൻ പറ്റിയില്ലേ, ഒരു ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ് ഏഷ്യ സെഷൻ്റെ അകത്തോട്ട് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. ആൻഡ് സെക്കൻഡ് സെഷൻ്റെ അകത്തോട്ട് പോയപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഓക്കെ, നമ്മൾ പറഞ്ഞു നോർമലി ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഏഷ്യ എന്താണ്, നോർമലി ഒരു അക്യുമുലേഷൻ, അതായത് അക്യുമുലേഷൻ്റെ സമയത്താണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് നടക്കുന്നത്, അതായത് ലിക്വിഡിറ്റി ബിൽഡപ്പ് മാർക്കറ്റിൽ നടക്കുന്നത് ഏഷ്യൻ റേഞ്ചിൻ്റെ, അതായത് അക്യുമുലേഷൻ്റെ സമയത്താണ്. ഓക്കെ, സോ അക്യുമുലേഷൻ്റെ സമയത്ത്
ഒരു സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ ഫോം ചെയ്തു. അപ്പോൾ ഒരു സ്വിംഗ് ഹൈയുടെ മുകളിലായിട്ട് ബൈ സൈഡ് ലിക്വിഡിറ്റി, സ്വിംഗ് ലോയുടെ താഴെയായിട്ട് എന്ത് ഫോം ചെയ്തു, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഫോം ചെയ്തു. ഇത് ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റിയിട്ടുണ്ട്, ലണ്ടൻ സെഷൻ്റെ അകത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഏഷ്യൻ റേഞ്ചിൻ്റെ ലോ ആയിരുന്നു അത്. ഓക്കെ, ഏഷ്യൻ റേഞ്ചിൻ്റെ ലോ ആയിരുന്നു അത്. ഓക്കെ, നമുക്കതൊരു ഏഷ്യൻ ലോ ആയിട്ട് മാർക്ക് ചെയ്യാം, ഏഷ്യ ലോ. സോ ഏഷ്യ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, അതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. സോ ലണ്ടൻ സെഷൻ്റെ അകത്തോട്ട് വന്നപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റി. ഓക്കെ, സോ ലണ്ടൻ സെഷൻ്റെ അകത്തോട്ട് വന്നപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ഏഷ്യൻ റേഞ്ചിൻ്റെ ലോ സ്വീപ്പ് ചെയ്തു. സോ ഏഷ്യൻ റേഞ്ചിൻ്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. സോ പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സോ മാനിപ്പുലേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റി, ലണ്ടൻ സെഷൻ്റെ അകത്ത് മാനിപ്പുലേഷൻ കാണാൻ പറ്റി. ആ ഒരു മാനിപ്പുലേഷന് ശേഷമുള്ള മൂവ് എന്തായിരുന്നു. ഓക്കെ, ആ ഒരു മാനിപ്പുലേഷന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റി, ഒരു ബിഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ നോർമലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂയോർക്ക് എം സെഷൻ്റെ അകത്താണ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റാറ്. ബട്ട് ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി, ആ ഒരു ലണ്ടൻ സെഷൻ്റെ അകത്ത് തന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റി. ഓക്കെ, സോ ലണ്ടൻ സെഷൻ്റെ അകത്ത് തന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു ബിഗ് മൂവ് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഒരു ടെക്സ്റ്റ് ബുക്ക് കോൺസെപ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റി, ഒരു ലണ്ടൻ സെഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ന്യൂയോർക്ക് എം സെഷൻ്റെ അകത്തോട്ട് പോയപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റിയത്. ഓക്കെ, ഒരു കൺസോൾട്ടേഷൻ വന്നു. ആ ഒരു കൺസോൾട്ടേഷൻ അവിടെ ക്രിയേറ്റ് ആവാനുള്ള റീസൺ എന്തായിരുന്നു, കാരണം ലണ്ടൻ ഒരു ബിഗ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ന്യൂയോർക്ക് എം സെഷൻ ഒരു അക്യുമുലേഷൻ, അതായത് ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആയത്. ഓക്കെ, സോ ന്യൂയോർക്ക് എം സെഷൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അഗെയിൻ ഒരു ന്യൂയോർക്ക് എം സെഷൻ ഒരു ഒരു ചെറിയൊരു ബാരിഷ് മൂവ് ആയിരുന്നു. ന്യൂയോർക്ക് പി എം സെഷൻ്റെ അകത്തോട്ട് പോയപ്പോൾ എന്ത് കാണാൻ പറ്റും, ഒരു ബുള്ളിഷ് മൂവ്, അതിൻ്റെ ഒരു റിവേഴ്സൽ. ന്യൂയോർക്ക് എം സെഷൻ്റെ ഒരു റിവേഴ്സലാണ് ന്യൂയോർക്ക് പി എം സെഷൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ നോർമലി ലണ്ടൻ ഇത്ര വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ നോർമലി ലണ്ടൻ്റെ അകത്ത് നടക്കാറില്ല. ഓക്കെ, സോ ചില സമയത്ത് ഈ ഒരു രീതി നടക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ദിവസത്തെ, അതായത് ഇന്നലെ, അതായത് 17th ജൂലൈ 2024 യൂറോ USD നടന്നിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണത്. ഓക്കെ, സോ മോസ്റ്റ്ലി നമുക്ക് അധിക ദിവസം പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് പ്രൈസ് ആക്ഷൻ കാണാൻ പറ്റുക. അതായത് ഏഷ്യ ഒരു അക്യുമുലേഷൻ ആയിരിക്കും, ലണ്ടൻ ഒരു മാനിപ്പുലേഷൻ ആയിരിക്കും, ദെൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ലണ്ടൻ്റെ അകത്ത് തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. ന്യൂയോർക്ക് എം സെഷൻ്റെ അകത്തായിരിക്കും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടിന്യൂഷൻ, ഒരു ബിഗ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ന്യൂയോർക്ക് എം സെഷൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂഷൻ കാണാതിരിക്കാൻ കാരണം ലണ്ടൻ ഒരു ബിഗ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഓക്കെ, ഒരു ബിഗ് മൂവ് ആയിരുന്നു. ഓക്കെ, സോ നോർമലി ഒരു ബിഗ് മൂവ് നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷൻ എപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ, സോ സെഷൻ വൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഇതാണ്. സോ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, കിൽ സോൺസ് ആണ്. ഓക്കെ, സോ നമുക്ക് 3 കിൽ സോൺസ് ആണുള്ളത്. സോ ഒന്ന് ലണ്ടൻ ഓപ്പൺ കിൽ സോൺ ആണ്, ഒന്ന് ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോൺ ആണ്, ഒന്ന് ലണ്ടൻ ക്ലോസ് കിൽ സോൺ ആണ്. ഓക്കെ, ലണ്ടൻ ഓപ്പൺ കിൽ സോണിന് ഷോർട്ടായിട്ട് LOKZ എന്ന് പറയും. ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോണിന് ഷോർട്ടായിട്ട് NYOKZ എന്ന് പറയും. അതുപോലെ തന്നെ ലണ്ടൻ ക്ലോസ് കിൽ സോൺ നമ്മൾ ഷോർട്ടായിട്ട് LCKZ എന്ന് പറയും. ഓക്കെ, ഈ ഒരു കിൽ സോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്കറിയാം മാർക്കറ്റ് 24 hours ഓപ്പൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിൽ 4 സെഷൻസും ഉണ്ട്. ഓക്കെ, ഈ ഒരു 4 സെഷൻസിൻ്റെ അകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2 സെഷൻസ് ആയിരിക്കും. ഒന്ന് ലണ്ടൻ സെഷനും ഒന്ന് ന്യൂയോർക്ക് എം സെഷനും. ഏഷ്യ സെഷൻ നമ്മൾ ട്രേഡ് ചെയ്യാറില്ല, ന്യൂയോർക്ക് PM സെഷൻ നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. സോ അതിൻ്റെ റീസൺസ് എന്താണ്, ഏഷ്യ സെഷൻ നോർമലി ഒരു അക്യുമുലേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അക്യുമുലേഷൻ സമയത്ത് എന്താണ്, ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ട്രേഡ്സ് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. സോ കിട്ടിയാൽ തന്നെ അവിടെ ഒരു നമ്മുടെ ഡയറക്ഷനിലോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ഏഷ്യ സെഷൻ നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. ന്യൂയോർക്ക് PM സെഷൻ, ഓക്കെ, ന്യൂയോർക്ക് PM സെഷൻ്റെ ബിഹേവിയർ എന്താണ്, റിവേഴ്സൽ ഓർ കണ്ടിന്യൂഷൻ. ഓക്കെ, ഒരു എക്സ് ഫാക്ടറാണ്. ഓക്കെ, അതുകൊണ്ട് ന്യൂയോർക്ക് PM സെഷനും നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. സോ ഏഷ്യ സെഷനും ന്യൂയോർക്ക് PM സെഷനും നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒന്ന് ലണ്ടൻ സെഷൻ, ഒന്ന് ന്യൂയോർക്ക് എം സെഷൻ. ഓക്കെ, സോ കാരണം ലണ്ടൻ സെഷൻ്റെ അകത്താണ് ഒരു മാനിപ്പുലേഷൻ പ്ലസ് റിവേഴ്സൽ കാണാൻ പറ്റാറ്. ന്യൂയോർക്ക് എം സെഷൻ്റെ അകത്തോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. ഓക്കെ, ഒരു ബിഗ് മൂവ് കാണാൻ പറ്റാറ്. അതുകൊണ്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ലണ്ടൻ സെഷനും ന്യൂയോർക്ക് എം സെഷനും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലണ്ടൻ സെഷനും ന്യൂയോർക്ക് എം സെഷനും എന്താണ്, 6 hours ഈച്ച് ഉണ്ട്. ഓക്കെ, സോ ലണ്ടൻ സെഷൻ 9:30 AM to 3:30 PM, ന്യൂയോർക്ക് എം സെഷൻ 3:30 AM to 9:30 PM. ഓക്കെ, സോ +6 + 6 12 hours മാർക്കറ്റ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? 12 hours നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഒരു ദിവസം 12 hours നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണം. ഓക്കെ, സോ ആ ഒരു 12 hours നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്താൽ മതി. ഈ ഒരു കിൽ സോൺ ടൈമിങ്ങിൽ മാത്രം നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു കിൽ സോൺ ടൈമിങ്ങിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ക്വാളിറ്റി എൻട്രീസും നമ്മുടെ ഡയറക്ഷനിലോട്ട് പോകണ ഈ ഒരു മാനിപ്പുലേഷൻ പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കിൽ സോൺസിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കിൽ സോൺസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ലണ്ടർ ഓപ്പൺ കിൽ സോണിൻ്റെ ടൈം വരുന്നത് 11:30 AM to 2:30 PM, 3 hours ആണ്. ലണ്ടൻ സെഷൻ്റെ അകത്താണ് വരുന്നത്. ഓക്കെ, ലണ്ടൻ സെഷൻ 9:30 to 3:30, 9:30 AM to 3:30 PM ഉണ്ട്. നമ്മൾ 6 hours സ്പെൻഡ് ചെയ്യണം ലണ്ടൻ സെഷൻ്റെ അകത്ത്? വേണ്ട. നമ്മൾ ജസ്റ്റ് സ്പെൻഡ് ചെയ്യേണ്ടത് ലണ്ടൻ സെഷൻ്റെ അകത്ത് 11:30 AM to 2:30 PM, 3 hours ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് കിൽ സോൺ എന്താണ്? ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോൺ ആണ്. സോ ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോണിൻ്റെ ടൈം വരുന്നത് 4:30 PM to 7:30 PM. ന്യൂയോർക്ക് AM സെഷൻ വരുന്നത് 3:30 PM to 9:30 PM. സോ അതിൻ്റെ അകത്താണ് നമ്മുടെ ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോൺ വരുന്നത് 4:30 PM to 7:30 PM, 3 hours ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു 6 hours സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലാസ്റ്റ് കിൽ സോൺ ലണ്ടൻ ക്ലോസ് കിൽ സോൺ വരുന്നത് 7:30 PM to 9:30 PM. സോ ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോണിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്ത് തന്നെയാണ് ലണ്ടൻ ക്ലോസ് കിൽ സോൺ വരുന്നത്. ഓക്കെ, അവിടെ ഒരു ടൈമിൻ്റെ ഓവർലാപ്പ് വരുന്നതുകൊണ്ടാണ് അവിടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ലണ്ടൻ ക്ലോസ് കിൽ സോൺ വരുന്നത് 7:30 PM to 9:30 PM, അത് 2 hours ആണ്. ഓക്കെ, സോ ഈ ഒരു കിൽ സോൺസിൻ്റെ അകത്ത് മാത്രം നമ്മളിവിടെ സ്പെൻഡ് ചെയ്താൽ മതി, മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഫോറക്സ് മാർക്കറ്റ് 24 hours ഓപ്പൺ ആണ്. ഓക്കെ, സോ 24 hours ഓപ്പൺ ആയതുകൊണ്ട് ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഒരു 24 hours, അതായത് കൂടുതൽ സമയം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് തമ്മിൽ ഒരു റിലേഷൻ ഇല്ല. അതായത് നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമും നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയും നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ആ ഒരു എമൗണ്ട് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് ക്വാളിറ്റി ട്രേഡ്സ് ആണ്. ആ ഒരു ക്വാളിറ്റി ട്രേഡ്സ് കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ കിൽ സോൺസിൻ്റെ അകത്താണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു കിൽ സോൺസിൻ്റെ അകത്ത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കിൽ സോൺ ടൈമിങ്ങിൽ മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ ലണ്ടൻ സെഷൻ്റെ അകത്ത്, അതായത് ലണ്ടൻ ഓപ്പൺ കിൽ സോണിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യൂറോ USD അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ യൂറോ USD നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് 4 hourലോട്ട് പോവുക. ഓക്കെ, ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, സോ 4 hourലോട്ട് പോവുകയാണെങ്കിൽ 4 hour എന്തായിരുന്നു? 4 hour ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ത് കാണാം? ഈ ഒരു ഏരിയയിലായിട്ട് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒക്കെ കിട്ടിയിട്ടുള്ളത് കാണാം. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ഹാർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് റിട്രേസ് ചെയ്തു. അത് അതിനുശേഷം ഈ ഒരു ഹാർ ഹൈ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു, ഞാൻ പുതിയൊരു ഹാർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതല്ല ഹാർ ഹൈ, ഇതാണ് ഹാർ ഹൈ. കാരണം നമുക്കൊരു വിക്കിൻ്റെ ക്ലോസ് കിട്ടിയിട്ടില്ല, ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബോഡി ക്ലോസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹാർ ഹൈ ഇതാണ്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? റിട്രേസ് ചെയ്തു ഹാറിൽ. അതിനുശേഷം എന്ത് ചെയ്തു? പ്രൈസ് പിന്നെയും നേരെ മുകളിലോട്ട് ഇവിടെ ഒരു ഹാർ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹാർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? അതായത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒരു ലോങ് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഡ്രോയിങ്സ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കാണാം? ഈ ഒരു ഏരിയയിലായിട്ട് പ്രൈസ് ഇവിടെ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ പ്രൈസ് ആ ഒരു ബുള്ളിഷ് ഹാർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? റിട്രേസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അകത്ത് വന്നു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? അഗെയിൻ പ്രൈസ് പുഷ് ചെയ്തു. സോ പുഷ് ചെയ്തപ്പോൾ ഇവിടെ പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഇവിടെ അഗെയിൻ പുതിയൊരു 4 hour ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ട്രെൻഡ് ബുള്ളിഷ് ആണ്. സോ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും? ഈ ഒരു ബുള്ളിഷ് PDR റേസിൻ്റെ പ്രൈസ് റെസ്പെക്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തു? ഇവിടെ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റ് ഒരു 15 മിനിറ്റിലായിരുന്നു ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു സെഷൻ വൈസ്ഡായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റിയത്? ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ ആ ഒരു സെഷൻസിന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ 3:30 AM to 9:30 AM. ഇതാണ് എന്ത് പറഞ്ഞത്? ഇതാണ് നമ്മുടെ ലണ്ടൻ, ഇതാണ് നമ്മുടെ ഏഷ്യൻ റേഞ്ച് വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് നമ്മുടെ ഏഷ്യൻ റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ 9:30 AM to 3:30 PM ആണ് നമ്മുടെ ലണ്ടൻ സെഷൻ വരുന്നത്. ഓക്കെ, സോ ലണ്ടൻ സെഷൻ്റെ അകത്തായിരുന്നു ആ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലണ്ടൻ ഓപ്പൺ കിൽ സോണിൻ്റെ അകത്താണ്. സോ ലണ്ടൻ ഓപ്പൺ കിൽ സോണിൻ്റെ ടൈം എത്രയാണ്? 11:30 AM to 2:30 PM.
ഇതാണ് എന്ത് പറഞ്ഞത്, നമ്മുടെ ലണ്ടൻ ഓപ്പൺ കിൽ സോൺ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് ഈ ഒരു ടൈം, സോ 11:30 to 2:30, 11:30 to 2:30 ഇതാണ് നമ്മുടെ ലണ്ടൻ ഓപ്പൺ കിൽ സോൺ വരുന്നത്. അത് ഷോർട്ടായിട്ട് LOKZ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ലണ്ടൻ ഓപ്പൺ കിൽ സോണിലോട്ട് പ്രൈസ് വന്നപ്പോൾ പ്രൈസ് എന്താ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ പ്രൈസ് നമുക്ക് കാണാം ഒരു ലണ്ടൻ ഓപ്പൺ കിൽ സോണിലോട്ട് വന്നപ്പോൾ ഒരു ജൂത സ്വിങ്, അതായത് ഒരു ഡൗൺ മൂവ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ആ ഒരു ഡൗൺ മൂവ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, ഒന്ന് ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഏഷ്യ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. സെൽ സൈഡ് ലിക്വിഡിറ്റി പ്രൈസ് സ്വീപ്പ് ചെയ്തു. സോ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ്, നമ്മുടെ ട്രെൻഡ് ഓവറോൾ ബുള്ളിഷ് ആണ്. സോ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അപ്പ് സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് കൺഫ്ലുവൻസ്. ആൻഡ് സെക്കൻഡ് കൺഫ്ലുവൻസ് എന്താണ്, പ്രൈസ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 4 അവറിലുള്ള ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 അവറിലുള്ള ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് അപ്പ് സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് രണ്ട് കൺഫ്ലുവൻസ് ഇട്ടൊന്ന് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, അതിനുശേഷം ഒരു 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തു. ഓക്കെ, സോ അപ്പ് സൈഡ് പോകാനുള്ള രണ്ട് കൺഫ്ലുവൻസ് നമുക്ക് കിട്ടി. സോ ആ ഒരു 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് പ്രൈസിൽ ക്രിയേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് പ്രൈസിൽ ക്രിയേറ്റ് ആയി ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് പ്രൈസിൽ ക്രിയേറ്റ് ആയി. ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു MSS സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു MSS ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു MSS ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇതൊരു പക്കാ ക്ലീൻ സെറ്റപ്പ് ആയിരുന്നു. കാരണം നമുക്ക് കാണാം ഈ ഒരു MSS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് റിട്രേസ് ചെയ്തതിന് ശേഷം അഗൈൻ ആ ഒരു ഇമ്പൾസ് കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, സോ ആ ഒരു പ്രൈസ് ആ ഒരു MSS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റിട്രേസ് ചെയ്ത ഏരിയ ഏതാണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു 15 മിനിറ്റിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് പ്രൈസ് എന്ത് ചെയ്തിട്ടുള്ളത്, റിട്രേസ് ചെയ്തിട്ടുള്ളത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രമല്ല, ഈ ഒരു ക്യാൻഡിൽ എന്താണ്, ഇതൊരു ബ്രേക്കർ ബ്ലോക്ക് ആണ്. ഓക്കെ, ഇതൊരു ബുള്ളിഷ് ബ്രേക്കർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ബുള്ളിഷ് ബ്രേക്കറിലോട്ട് പ്രൈസ് വന്നു. ഇവിടെ നമുക്ക് എന്ത് എടുക്കാമായിരുന്നു, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് എൻട്രി എടുക്കാമായിരുന്നു. ഈ ഒരു ഏരിയയിൽ നമ്മളൊരു എൻട്രി എടുക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് എന്താണ്, ഈ ഒരു സ്വിങ് MSS കിട്ടിയിട്ടുള്ള ലോ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 11 പിപ്സ് ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1:2 നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാം. ഒരു 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 22 പിപ്സ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സീറോ ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സീറോ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം എത്രയായിരുന്നു, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 30 മിനിറ്റ്സിൻ്റെ അകത്ത്, അതായത് ഒരു 1 അവറിൻ്റെ അകത്ത് ഈ ഒരു ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പക്ക ഒരു ടെക്സ്റ്റ് ബുക്ക് സെറ്റപ്പ് ആയിരുന്നു. സിംപ്ലി ഏഷ്യയുടെ ലോ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തു. സോ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു, 15 മിനിറ്റിൽ ഒരു MSS കിട്ടി. സോ MSSന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഒരു ബ്രേക്കറിലോട്ടും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടും പ്രൈസ് റിട്രേസ് ചെയ്ത് വന്നു. അവിടെ നമ്മൾ എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടായിരുന്നു, സിമ്പിളായിട്ടൊരു 1:2 നമുക്ക് ഇവിടെ കിട്ടുകയാണ്. ഓക്കെ, സോ 1:2 കൂടെ മോളിൽ പോയിട്ടുണ്ട്, 1:3 ഒക്കെ പോയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സേഫ് ആയിട്ടൊരു 1:2 മതി. ഓക്കെ, സോ പ്രൈസ് എന്ത് കിട്ടും, ഇവിടെ 1:2 അച്ചീവ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എൻട്രി കിട്ടിയ ടൈം ഏതായിരുന്നു, സോ എൻട്രി കിട്ടിയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 1:15 ആയിരുന്നു. ഓക്കെ, സോ 1:15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:30ക്കും 2:30ക്കും ഇടയിലാണ് 1:50. ഓക്കെ, 11:30 to 2:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ഓപ്പൺ കിൽ സോൺ ആണ്. ഓക്കെ, സോ ഈ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ ഓപ്പൺ കിൽ സോണിൻ്റെ അകത്ത് കിട്ടിയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കിൽ സോൺസിൻ്റെ അകത്ത് മാത്രം എൻട്രി എടുക്കണം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് 4 സെഷൻസ് ഉണ്ട്, 3 കിൽ സോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു 4 സെഷൻസിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യണത് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് AM സെഷനും ആയിരിക്കും. കാരണം ലണ്ടൻ സെഷൻ ഒരു മാനിപ്പുലേഷൻ ആയിരിക്കും, ന്യൂയോർക്ക് AM സെഷൻ ലണ്ടൻ സെഷൻ്റെ അകത്ത് തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. ബട്ട് ന്യൂയോർക്ക് AM സെഷൻ ആയിരിക്കും ഒരു ബിഗ് ഡിസ്ട്രിബ്യൂഷൻ നോർമലി ഉണ്ടാവാറ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു മാനിപ്പുലേഷൻ പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഈ ഒരു 2 സെഷൻ്റെ അകത്തായിരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു 2 സെഷൻ്റെ അകത്ത് 3 കിൽ സോൺസ് ഉണ്ട്. ഫസ്റ്റ് കിൽ സോൺ ലണ്ടൻ ഓപ്പൺ കിൽ സോൺ ആണ്, 11:30 AM to 2:30 PM. സെക്കൻഡ് കിൽ സോൺ ന്യൂയോർക്ക് ഓപ്പൺ കിൽ സോൺ ആണ്, 4:30 PM to 7:30 PM. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് കിൽ സോൺ ലണ്ടൻ ക്ലോസ് കിൽ സോൺ 7:30 PM to 9:30 PM. ഓക്കെ, ഈ ഒരു 3 കിൽ സോൺസിൻ്റെ അകത്തായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എൻട്രിക്കുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ വേറെ ടോപ്പിക്കുമായിട്ട് വേറെ ദിവസം കാണാം. ബൈ.